വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ കൂടെ മേജും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് വി ആർ റിയലി ഹാപ്പി. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നല്ല റെസ്പോൺസ് ആണ് വീഡിയോസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു വീഡിയോൻ്റെ സമയത്ത് ഓൾമോസ്റ്റ് 2000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തേക്കാണ് നമ്മുടെ ചാനൽ എത്തി നിൽക്കുന്നത്. ആൻഡ് വി ആർ റിയലി ഹാപ്പി. അത് 2000 ആക്കണം. അതുപോലെ തന്നെ ഇനിയും നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ വരണമെന്നുണ്ട്. ആൻഡ് ഡു കീപ് സപ്പോർട്ടിങ് അസ്. നമ്മളുടെ ചാനൽ കൂടുതൽ പോപ്പ് കൾച്ചർ കണ്ടൻറ്റ്സ് ആണ് ചെയ്യുന്നത്. അതായത് വെസ്റ്റേൺ മൂവീസും അതുപോലെ ലോകത്തിലുള്ള മറ്റ് മൂവീസിനെ പറ്റിയിട്ടും സൂപ്പർ ഹീറോ റിലേറ്റഡ് ആയിട്ടും ഒക്കെ കണ്ടൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഗെയിമിംഗ് റിലേറ്റഡ്. സോ വി ആർ റിയലി ഹാപ്പി. എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം കുറേ കമൻസും നല്ല റെസ്പോൺസും ആണ് നമുക്ക് കിട്ടിയത് ഈ ഒരു കഴിഞ്ഞ ആഴ്ച. സോ ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി സംസാരിക്കാൻ പോകുന്നത് ഒരു വാച്ച് ലിസ്റ്റ് ആണ്. നമ്മുടെ നെറ്റ്ഫ്ലിക്സിലുള്ള 3 കിഡിലൻ ആയിട്ടുള്ള ആനിമേറ്റഡ് ഷോസിൻ്റെ ഒരു വാച്ച് ലിസ്റ്റ് ആണ്. എന്തായാലും നിങ്ങളതൊന്നും ബോറടിപ്പിക്കാണ്ട് നമുക്ക് നേരെ കണ്ടന്റിലേക്ക് തന്നെ പോവാം. അതുപോലെ തന്നെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിന്. സോ വിത്ത് ദാറ്റ് നോട്ട് ലെറ്റ്സ് സ്റ്റാർട്ട്. മൂവി ബഫുകൾക്കായിട്ട് തന്നെ നമ്മൾ നിരവധി വാച്ച് ലിസ്റ്റുകൾ ഷോർട്സ് ആയിട്ടും വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. യു ഗൈസ് ക്യാൻ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ആനിമേറ്റഡ് ഷോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തേക്ക് കുറേ നല്ല ഗ്രൗണ്ടഡും സ്റ്റോറീസും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഷോസാണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലുള്ള 3 ഷോസിൻ്റെ ലിസ്റ്റാണിത്. ആദ്യത്തെ ഒരു ഷോ ആണ് കാസൽവേനിയ എന്ന ഗെയിമിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഷോ. ഈ ഒരു സീരീസ് ഫുള്ളായിട്ട് അവസാനിച്ചിരിക്കുന്ന ഒരു സീരീസാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമാധാനമായിട്ട് ഇരുന്ന് കാണാം. അതായത് അടുത്തൊരു സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. 4 സീസൺസാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്പിൻ ഓഫ് ഇപ്പോൾ വന്നിട്ടുണ്ട്, കാസൽവേനിയ നോക്ടേൺ എന്ന് പറഞ്ഞിട്ട്. ഇനി ഇതിൻ്റെ കഥയിലേക്ക് വരുമ്പോൾ മോൺസ്റ്റർ ഹണ്ടറായ ട്രെവർ ബെൽമോണ്ടിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് കഥ നടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൂടെ സിൽഫ ബെൽനാഡേസ് എന്ന് പറഞ്ഞ ഒരു മെജീഷ്യനും അതുപോലെ തന്നെ അലൂക്കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടർ ഡ്രാക്കുളയുടെ മകനാണ്. ഇവരെല്ലാവരും കൂടി വ്ലാഡ് ടെപ്പീസ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പേരാണ് ഡ്രാക്കുള. ഈ ഒരു ക്യാരക്ടറിനെ ലോകം നശിപ്പിക്കുന്നതിൽ നിന്ന് തൻ്റെ വെമ്പയേഴ്സിനെയും അതുപോലെ തന്നെ മോൺസ്റ്റേഴ്സിനെയും ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുന്നതാണ് ഇവരൊക്കെ കൂടി. സോ ഓൾറെഡി ഇപ്പോൾ ഇത്രയും പറഞ്ഞത് ഒരു ഇൻട്രസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ വാമ്പയേഴ്സ്, ഡ്രാക്കുള. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ തീം വരുന്നത് തന്നെ. എന്തുകൊണ്ട് ഡ്രാക്കുള ഇത് ചെയ്യുന്നു വെച്ചാൽ തൻ്റെ ഭാര്യനെ ഒരു സ്തംഭം, അതായത് ഒരു സ്റ്റേക്കുമേ ജീവനോടെ കത്തിച്ച് കളയുന്നതാണ് മന്ത്രവാദം കാരണം. സോ ഇതിന് ശേഷമാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത്. കിഡിലനായിട്ടുള്ള ആക്ഷനും സ്റ്റോറിയും വയലൻസും കുറേ മോൺസ്റ്റേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു ഷോ ആണിത്. ഇതിൻ്റെ ആനിമേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ആനിമെ പോലത്തെ ഒരു ആനിമേഷനാണ് ഈ സീരീസിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മറ്റു സീരീസിൽ കാണുന്ന പോലെ ഡ്രാക്കുള, അതായത് മറ്റു മൂവീസിലും സീരീസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ക്യാരക്ടർ അല്ല ഇത്. ഇതിൽ കുറച്ചും കൂടി സോഫ്റ്ററാണ്. അതുപോലെ എന്തുകൊണ്ടാണ് ഈ ലോകം നശിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ ഫിക്സേറ്റഡ് ആയിട്ടുള്ളതെന്നതിനെ പറ്റിയിട്ടും കാണിക്കുന്നുണ്ട് ഈ ഒരു ഷോയിൽ. ഇതിൻ്റെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ട്രെവർ ബെൽമോണ്ടിന് വോയിസ് കൊടുത്തിരിക്കുന്നത് റിച്ചർഡ് ആർമിറ്റേജ് എന്ന ആക്ടറാണ്. ഇദ്ദേഹത്തിന് നമ്മൾ ഹോബിറ്റിൻ്റെ ആ ഒരു സീരീസിൽ തോറിൻ ഓക്കിൻഷീൽഡ് എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഹെവി വയലൻസും മോൺസ്റ്റേഴ്സും കിഡിലൻ ആയിട്ടുള്ള സ്റ്റോറി ലൈനും അതുപോലെ തന്നെ ടോപ്പ് ലെവൽ ആക്ഷനും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ, അതായത് ആനിമെ വാച്ചേഴ്സിനൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷോ ആണ് കാസൽവേനിയ. അടുത്ത ഷോ ആണ് ബ്ലഡ് ഓഫ് സ്യൂസ്. ഇതൊരു ഗ്രീക്ക് മിത്തോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആനിമേഷൻ ഷോ ആണ്. ഇതിൽ കഥ ഫോളോ ചെയ്യുന്നത് ഹെറോൺ എന്ന് പറഞ്ഞ സ്യൂസിൻ്റെ മകനെ പറ്റിയിട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ അമ്മ ഒരു മോർട്ടലാണ്, ഒരു ഹ്യൂമൻ ക്യാരക്ടറാണ്. അതുപോലെ തന്നെ വേറെ ഒരു ജീവിതം കാണിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഹാഫ് ബ്രദർ ആയിട്ടുള്ള സെറാഫിമാണ്. ഈ ഒരു സെറാഫിമിൻ്റെ കഥാപാത്രം കുറേയും കൂടി ദുരിതം പിടിച്ച ഒരു കഥാപാത്രമാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ലൈഫിലും ഈ ബ്രദറിൻ്റെ ലൈഫിൻ്റെ ഇടയിലും സ്യൂസ് ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹെറോൺ ഒരു ഹീറോ ആവാൻ നോക്കുന്ന ആ ഒരു സമയത്ത് സെറാഫിം ചെയ്യുന്നത് ഓരോ വഴികളിലൂടെ റിവെഞ്ച് എടുക്കാൻ നോക്കുന്നതാണ്. ഇതിൽ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഗ്രീക്കിലുള്ള ദൈവങ്ങളുടെ ജീവിതങ്ങളെ പറ്റിയിട്ടും കാണിക്കുന്നുണ്ട്. അതായത് സ്യൂസ്, ഹെറ, പൊസൈഡൻ, ഹേഡീസ് എന്നിവരൊക്കെ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇതിലത്തെ ആ ഒരു ക്രീച്ചേഴ്സാണ്. അതായത് വലിയ വലിയ ജയൻസും ടൈറ്റൻസും. പിന്നെ ഫൈറ്റ്സിനെ പറ്റിയിട്ട് പറയേണ്ട ഫൈറ്റുകളാണ്. അതായത് ഈ ഗ്രീക്ക് ഹിസ്റ്ററിയിലുള്ള കുറേ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ പോവുകയും ചെയ്യും. ഗോഡ്സും ഡെമി ഗോഡ്സും ഇവരുടെ പവേഴ്സും അതുപോലെ തന്നെ അവർ തമ്മിൽ ഏറ്റുമുട്ടണതൊക്കെ നല്ല എപ്പിക്കായിട്ട് തന്നെയാണ് ഈ സീരീസിൽ കാണിച്ചിരിക്കുന്നത്.
പിന്നെ ഈ കഥയിൽ നമ്മൾ കാണുന്നത് കുറേ ഈ പിന്നീക്കൂടെയുള്ള കുത്തലുകളൊക്കെയാണ്. പിന്നീക്കൂടെ ഓരോന്നും ചെയ്യുന്നത്, അതായത് ബാക്ക് സ്റ്റാബിങ് ചെയ്യുന്ന പരിപാടികൾ. അതുപോലെ തന്നെ പറയേണ്ടത് സൂത്രത്തിൽ ഓരോ കാര്യങ്ങൾ ഒപ്പിക്കാൻ നോക്കുന്നതും, പിന്നെ ഈ പൊങ്ങച്ചം പറച്ചിലൊക്കെ. അതായത് ദൈവങ്ങൾ അവരെപ്പോഴും മനുഷ്യന്മാരുടെ മുകളിലാണെന്നുള്ള ഒരു തോട്ട് തന്നെയാണ് അവർക്ക് എപ്പോഴും എന്തും സാധിക്കാൻ പറ്റും എന്നുള്ളത്. അതൊക്കെയാണ് ഈ ഒരു സീരീസിൽ നമ്മൾ കുറേയൊക്കെ കാണുന്നത്. കറൻ്റ്ലി ഈ സീരീസിൻ്റെ 2 സീസൺസ് ആണ് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങളൊരു 90s കിഡ് ആണെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളിത് കേട്ടിട്ടുണ്ടാവുക വേറൊരു രീതിയിലായിരിക്കും. അതെ ഗൈസ്, ഹീമാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ ലിസ്റ്റിലത്തെ 3ാമത്തെ ഷോ ആണ് മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് റെവലേഷൻസ്. ഹീമാൻ അപ്പോൾ വീണ്ടും തിരിച്ചു വന്നേക്കാണ്. അത് കുറച്ചും കൂടി ഒരു അഡൾട്ട്സിന് വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 80-ൽ ഉണ്ടായിരുന്ന അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നമ്മൾ അന്ന് ചെറുപ്പക്കാരായിരുന്നവരൊക്കെ ഇപ്പം എന്തായാലും വലുതായി വന്ന കാരണം നമുക്കിത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒരു വിഷയമില്ല. ആൻഡ് കുറേ പേരൊക്കെ ഒരു ഫേവറേറ്റ് ഷോ തന്നെയായിരുന്നു. സോ ഇറ്റ് ഈസ് ബാക്ക് അഗെയിൻ. ക്രിസ് വുഡ് എന്ന ആക്ടറാണ് ഇതിൽ ആഡം ഹീമാന് വോയിസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ആക്ടർ നമ്മുടെ ആരോവേഴ്സിലത്തെ സൂപ്പർ ഗേൾ എന്ന ഷോയിൽ മൊണൽ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലത്തെ അഫ്കോഴ്സ് വില്ലൻ ക്യാരക്ടർ ആയിട്ടുള്ള സ്കെലിറ്ററിന് വോയിസ് കൊടുത്തിരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള മാർക്ക് ഹാമിലാണ്. മാർക്ക് ഹാമിലിനെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ആനിമേറ്റഡ് ജോക്കറിന് വോയിസ് കൊടുത്തിട്ടുള്ള ആ ഒരു ആക്ടറാണ്. സോ ഇദ്ദേഹമാണ് സ്കെലിറ്ററിന് വോയിസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഷോ കുറച്ചുകൂടി അഡൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഷോ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കോംപ്ലക്സ് ആണ് ആ ഒരു 80-ലത്തെ ഷോന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കിഡിലൻ സ്റ്റോറിയിലായാലും അടിപൊളി ആക്ഷൻസും, അതുപോലെ തന്നെ ഹീമാൻ്റെ ആ ഒരു ലവിൻ്റെ കുറച്ചും കൂടി കൂടുതൽ കാണിക്കുന്ന ഒരു നല്ല മസ്റ്റ് വാച്ച് ഷോ തന്നെയാണ്. കറൻ്റ്ലി 2 സീസൺസ് ആണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഈ ലിസ്റ്റുള്ള ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ അതിനെ പറ്റിയിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ആൻഡ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഗൈസ്.